മഹാനായ ലിയോ പാപ്പായുടെ തിരുനാളിൽ ആഗോളസഭ. ലിയോ റോമിലാണ് ജനിച്ചത്. വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ അദ്ദേഹത്തെ റോമൻ സഭയുടെ ആർച്ച് ഡീക്കനാക്കി. സെലസ്റ്റിൻ പാപ്പായുടെയും സിക്സ്റ്റസ് ദ്വിതീയൻ പാപ്പായുടെയും കാലത്ത് അദ്ദേഹത്തിന് തിരുസഭാ ഭരണത്തിൽ നല്ല പങ്കുണ്ടായിരുന്നു. സിക്സ്റ്റസ് മാർപ്പാപ്പയുടെ കാലശേഷം ലയോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത് മെത്രാഭിഷേകവും നൽകി. ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു അത്. വാൾറൽസും ഹൺസും റോമാ സാമ്രാജ്യത്തെ ആക്രമിച്ചു വരികയായിരുന്നു. നെസ്റ്റോറിയൻ പാഷണ്ഡതയും പെലാജിയൻ പാഷണ്ഡതയും ആത്മാക്കൾക്ക് കൂടുതൽ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നു. ഈ പാഷണ്ഡതകളെ ലയോ പാപ്പ ചെറുത്തുവരവെ പുതിയൊരു പാഷണ്ഡത പൊങ്ങി വന്നു: ഏക സ്വഭാവവാദം. ഉടനടി ലിയോ പാപ്പ ആ പാഷണ്ഡതയെ നേരിട്ടെങ്കിലും ബിസന്റയിൽ രാജധാനിയുടെ തണലിൽ ഈ പാഷണ്ഡത പൗരസ്ത്യ സന്യാസികളുടെയും മെത്രാന്മാരുടെയും ഇടയിൽ വളരെ പ്രചരിച്ചു. 3 കൊല്ലത്തെ നിരന്തര പരിശ്രമത്തിന് ശേഷം കാൽസഡോൺ സൂനഹദോസ് ഈ പാഷണ്ഡതയെ ശപിച്ചു. പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞു: പത്രോസ് ലയോ പാപ്പ വഴി സംസാരിച്ചിരിക്കുന്നു. അധികം താമസിയാതെ ഹൺസ് വർഗ്ഗക്കാർ അറ്റിലായുടെ നേതൃത്വത്തിൽ ഇറ്റലിയിലേക്ക് പ്രവേശിച്ചു. പല നഗരങ്ങൾക്കും തീവച്ച ശേഷം അവർ റോമായുടെ നേർക്ക് മാർച്ച് ചെയ്തു. ലിയോ പാപ്പ അറ്റിലായെ നേരിൽ കണ്ട് മടങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം മടങ്ങുകയും ചെയ്തു. മിലാൻ, പാവിയ മുതലായ നഗരങ്ങളെ ചുട്ടുപൊടിച്ച നേതാവ് റോമ പിടിക്കാതെ മടങ്ങിയത് എന്താണെന്ന് സൈന്യാധിപന്മാർ ചോദിച്ചപ്പോൾ അറ്റില പറഞ്ഞത് ലിയോയുടെ പിറകിൽ പത്രോസും പൗലോസും അണിനിരക്കുന്നത് താൻ കണ്ടുവെന്നും ആ കാഴ്ച തന്നെ സ്പർശിച്ചുവെന്നുമാണ്. 2 കൊല്ലത്തിന് ശേഷവും വാൾറൽസ് റോമ ആക്രമിച്ചപ്പോഴും ലിയോ പാപ്പ നഗരത്തെ സംരക്ഷിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തെ അധിഷ്ഠിതമാക്കി ലയോ പാപ്പ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ അത്യന്തം ഹൃദയസ്പർശകമായിരുന്നു. വിശുദ്ധിക്കുള്ള ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഓരോന്നും. അദ്ദേഹത്തിന്റെ ക്രിസ്മസ് പ്രഭാഷണം ഇന്നും പ്രശസ്തമാണ്. പ്രാചീന മാർപ്പാപ്പമാരിൽ പാണ്ഡിത്യം കൊണ്ടും ഭരണപാടവം കൊണ്ടും വിശുദ്ധി കൊണ്ടും പ്രശസ്തനായ ലയോ പാപ്പ 21 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം AD 461 അന്തരിച്ചു. ലയോ പാപ്പായെയും ഗ്രിഗറി പ്രഥമനെയും നിക്കോളാസ് പ്രഥമനെയും സഭാ മഹാൻ എന്ന് വിളിക്കുന്നു. മഹാനായ ലിയോ പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.